ഹലോ, മിയാനി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഗ്രീൻ പീസ് പുലാവാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ 1 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് അരി കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ മുമ്പ് അരി കഴുകി ഡ്രെയിൻ ചെയ്ത് വെക്കണം. 1 കപ്പ് ഗ്രീൻ പീസ്, 1 സവാള സ്ലൈസായി അരിഞ്ഞത്, 2-3 കുരുമുളക്, 3 ഏലക്ക, 3 ഗ്രാമ്പൂ, 1/2 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ ജീരകം, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ എണ്ണ, നെയ്യ് ഇതൊക്കെ വേണം. 1 സർവ്വസുഗന്ധിയുടെ ഇല. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗ്രീൻ പീസ് പുലാവ് തയ്യാറാക്കാൻ വേണ്ടത്. ഇനി നമുക്ക് പുലാവ് തയ്യാറാക്കാം. പുലാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ഏതായാലും കുഴപ്പമില്ല, സൺഫ്ലവർ ഓയിലോ, ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന സഫോള ഓയിലാണ്. എണ്ണയും നെയ്യ് ചൂടാകട്ടെ. എണ്ണയും നെയ്യ് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ജീരകം, കുരുമുളക്, ഏലക്ക, ഗ്രാമ്പു എന്നിവ ഇട്ട് കൊടുക്കാം. 1 സർവ്വസുഗന്ധിയുടെ ഇല. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. നല്ലോണം വാട്ടിയെടുക്കാം. ഉള്ളി വാട്ടുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി, പെട്ടെന്ന് വാടിക്കിട്ടും. നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടു നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഉള്ളി വാടി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗ്രീൻ പീസ് എടുത്ത് ഇടാം. 1 കപ്പ് ഗ്രീൻ പീസ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കാം. പിന്നെ കളർ വേണം എന്നുള്ളവർക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കളർ ഇടുന്നില്ല. നല്ലോണം ഇളക്കി വാടി വരട്ടെ. 2 മിനിറ്റ് നമുക്കിങ്ങനെ വെക്കാം. ഇതിലേക്ക് നമുക്ക് കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. അരി ഒന്ന് 2 മിനിറ്റ് വറക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി. നമുക്ക് അരി വറുത്തെടുക്കാം. അരിയൊക്കെ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് ഒഴിക്കേണ്ടത്. ഞാനിവിടെ 1.5 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അരിയിലേക്ക് ഒഴിക്കാം. തിളപ്പിച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ നല്ലോണം തിളച്ച് കിട്ടിയിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാല ഇട്ട് കൊടുക്കാം. ഒന്നും കൂടെ ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുക്കർ അടച്ചു വെക്കാം. 1 വിസിലാണ് ഇതിന് വേണ്ടത്. നമുക്ക് കുക്കർ അടച്ച് വിസിൽ വെച്ച് 1 വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. 1 വിസിൽ വന്നു കഴിയുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ പുലാവിൻ്റെ 1 വിസിൽ പോയപ്പോൾ ഞാൻ കുക്കർ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം കാറ്റൊക്കെ പോയിട്ട് കുക്കർ തണുക്കാറായിരിക്കുന്നുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം, പുലാവ് എങ്ങനെയാണെന്ന് നോക്കാം. വിസിലെടുത്ത് മാറ്റി. നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വേവൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇതാ നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. പുലാവ് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. പുലാവ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി പുലാവ് റെഡി ആയിട്ടുണ്ട്. ഇത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിൽ നമ്മൾ ചേർത്താൽ പാകത്തിന് അരി വെന്ത് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ബാസ്മതി റൈസാണ്. ബാസ്മതി റൈസിന് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമെന്ന് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി പുലാവാണിത്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്